സ്കൂൾ കെട്ടിടം തകർന്ന് 22 കുട്ടികൾക്ക് ദാരുണാന്ത്യം. അപകടത്തിൽ 132 കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ചയാണ് പ്ലേറ്റോ സ്റ്റേറ്റിലെ ജോസ് നോർത്ത് ജില്ലയിലെ ബുസാപുചി കമ്മ്യൂണിറ്റിയിലെ സെന്റ് അക്കാദമി കെട്ടിടം തകർന്നത്. നൈജീരിയയിലാണ് സംഭവം. മരിച്ചവർ 15 വയസ്സിന് താഴെയുള്ളവരാണെന്നും അധികൃതർ പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ ക്ലാസ്സിലെത്തിയതിന് തൊട്ടു പിന്നാലെയാണ് കെട്ടിടം തകർന്നു വീണത്. 154 വിദ്യാർത്ഥികളാണ് കെട്ടിടം തകരുന്നതിനുള്ളിൽ കുടുങ്ങിക്കിടന്നത്. ഇവരിൽ 132 പേരെ രക്ഷപ്പെടുത്തി വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് വക്താവ് ആൽഫ്രഡ് അലബോ പിന്നീട് പറഞ്ഞു. പരിക്കേറ്റ വിദ്യാർത്ഥികൾ വിവിധ ആശുപത്രികളിൽ പരിക്കേറ്റ് ചികിത്സയിലാണ്. ക്ലാസ് തുടങ്ങി 5 മിനിറ്റിനകം കെട്ടിടം തകരുകയായിരുന്നെന്ന് പരിക്കേറ്റ വിദ്യാർത്ഥി വാർത്താ ഏജൻസിയായ AFPയോട് പറഞ്ഞു. എല്ലാവരും പരീക്ഷ എഴുതുകയായിരുന്നുവെന്നും വിദ്യാർത്ഥി പറയുന്നുണ്ട്. 3 ദിവസമായി പ്രദേശത്ത് പെയ്യുന്ന കനത്ത മഴയെ തുടർന്നാണ് കെട്ടിടം തകർന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ ദുർബലമായ ഘടനയാണ് ദുരന്തത്തിന് കാരണമെന്നും വിമർശനമുണ്ട്. 1000-ലേറെ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പഠിക്കുന്നത്. 2021 നൈജീരിയയുടെ സാമ്പത്തിക തലസ്ഥാനമായ ലാഗോസിലെ ഇക്കോയി ജില്ലയിൽ നിർമ്മാണത്തിലിരുന്ന ബഹുനില കെട്ടിടം തകർന്ന് 45 പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം ലാഗോസിലെ എബുട്ട് മെട്ട പ്രദേശത്ത് 3 നില കെട്ടിടം തകർന്ന് 10 പേരും കൊല്ലപ്പെട്ടു. 2005 മുതൽ ലാഗോസിൽ കുറഞ്ഞത് 152 കെട്ടിടങ്ങളെങ്കിലും തകർന്നതായാണ് വിവരം. 30 പേർ ആശുപത്രിയിൽ തുടരുകയാണെന്ന് നൈജീരിയയിലെ നാഷണൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി ഫേസ്ബുക്ക് പോസ്റ്റിൽ അറിയിച്ചിരുന്നു. രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചതായും സ്ഥലം വൃത്തിയാക്കിയതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. രക്ഷാപ്രവർത്തകർ കനത്ത യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ച് ഇരകളിലേക്ക് എത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സംഭവസ്ഥലത്ത് നിന്നുള്ള ചിത്രങ്ങൾ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിന് ചുറ്റും ജനക്കൂട്ടം ഒത്തുകൂടുന്നതും അവശിഷ്ടങ്ങളുടെ കൂമ്പാരവും കാണിച്ചിട്ടുണ്ട്. തകർച്ചയുണ്ടായ ഉടൻ തന്നെ രക്ഷാപ്രവർത്തകരെയും ആരോഗ്യപ്രവർത്തകരെയും സുരക്ഷാസേനയെയും സംഭവസ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ടെന്നും കുടുങ്ങിയ വിദ്യാർത്ഥികൾക്കായി തിരച്ചിൽ ആരംഭിച്ചതായും വാർത്താ ഏജൻസി അറിയിച്ചു. വേഗത്തിലുള്ള വൈദ്യസഹായം ഉറപ്പാക്കാൻ ഡോക്യുമെന്റേഷനോ പണമടക്കാതെയോ ചികിത്സയ്ക്ക് മുൻഗണന നൽകാൻ സർക്കാർ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. സ്കൂളിന്റെ ദുർബലമായ ഘടനയും നദീതീരത്തുള്ള സ്ഥലവുമാണ് ദുരന്തത്തിന് കാരണമായതെന്ന് പീഠഭൂമിയിലെ സംസ്ഥാന സർക്കാർ കുറ്റപ്പെടുത്തി. സമാനമായ പ്രശ്നങ്ങൾ നേരിടുന്ന സ്കൂളുകൾ അടച്ചുപൂട്ടാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്.